നന്ദി. ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ പറയാം. യോഹന്നാൻ 6:57. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. വിശുദ്ധ കുർബാന വഴി നമുക്ക് വേണ്ടതെല്ലാം തരുന്നവനാണ് ദൈവം. വിശുദ്ധ കുർബാനയ്ക്ക് പതിവായി പോകുന്നവരെന്ന് കൈപൊക്കിക്കേ. വെറുതെ പോയാൽ പോരാ. തലേ ദിവസം തന്നെ ഒരു കടലാസ് എടുത്തിട്ട് ഇങ്ങനെ എഴുതുക: വിശുദ്ധ കുർബാന അനന്തയോഗ്യതയുള്ള ദിവ്യബലി. അതിൻ്റെ 5-6 കൊട്ടേഷനും പറയണം. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അടുത്തത് യോഹന്നാൻ 1:29. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതാണ് വിശുദ്ധ കുർബാന. അനന്ത യോഗ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന നിയോഗങ്ങളൊക്കെ എഴുതണം. അത് പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ സ്വന്തം കാര്യം പരിപാടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുതണം, ഇതുപോലെയുള്ള 1000-ഓ 10,000-ഓ 50,000-ഓ പേരെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നു. അവരുടെ തകർച്ച, അവരുടെ ദുഃഖ ദുരിതങ്ങൾ, അവരുടെ ദാരിദ്ര്യം ഈ കുർബാനയിൽ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരും. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനം തന്നെ വേറൊരാൾക്ക് ഞാൻ കൊടുത്തു. കൊതുക് ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരോടും കുറ്റം വിധിയും വെറുപ്പും. ഇനി ഞാൻ കാലത്തെ പറഞ്ഞു, പലരെയും കുറ്റം വിധിക്കുകയും പറയുന്ന സ്വഭാവം മാറ്റി നന്മ മാത്രം ചിന്തിക്കണം. സ്നേഹത്തിൻ്റെ ചിന്തകളെ പാടുള്ളൂ. അപ്പം കൊതുക് പോകും, മൂട്ട പോകും, കാട്ടാന പോകും, കാട്ടുപന്നി പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തമായ വചനം 2 മക്കബായർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും, ബാക്കി പറഞ്ഞേ, ലോകം മുഴുവനെ തന്നെയും അങ്കുലീ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു സന്യാസഭയ്ക്കെതിരായിട്ട് ഒരാൾ കേസ് കൊടുത്തു. സ്കൂള് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ആ സുപ്പീരിയേഴ്സ് ഈ വചനം അവരുടെ മെമ്പേഴ്സിനോട് എല്ലാവരോടും ഓരോ ദിവസവും 20 പ്രാവശ്യം ഏറ്റിയെല്ലാം പറഞ്ഞു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീ ചലനം കൊണ്ട് എല്ലാവരും 20 ദിവസത്തേക്ക് ഏറ്റു പറഞ്ഞു. കോടതി കേസ് പോയി ആൾ സ്ഥലം വിട്ടു. പിശാചാണ് ആ കോടതി കേസിന് ഒരുക്കിയത്. അങ്ങനെ ഇരിക്കുമ്പം വേറൊരാൾ കേസ് കൊടുത്തു. അപ്പോൾ ഒരു എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ആ സിസ്റ്റർ പ്രൊവിൻഷ്യാളാണ് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, പണ്ട് പറഞ്ഞ വചനം തന്നെ സഭാങ്ങളോട് പറയാം. പണ്ട് പറഞ്ഞ വചനം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പോയി. വചനത്തിന് അനന്തശക്തിയുണ്ട്. പൈശാചിക പീഡകൾ നിർവീര്യമാകും. പക്ഷെ മൗനമായിട്ട് പറഞ്ഞാൽ പോരാ, നമുക്കൊക്കെ കേൾക്കത്തക്ക രീതിയിലെങ്കിലും പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർണാടകത്തിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കൺവെൻഷന് പോയതാണ്. പ്രായം നിന്ന് ബിഷപ്പ് ഓടി വന്നു. നായിക്കമ്പറമ്പിൽ വെച്ചാൽ 10 കൊല്ലമായിട്ട് പള്ളി പണിയാൻ അനുവാദമില്ല. BJP ഞാൻ പറഞ്ഞു, BJP എന്ന് പറയരുത്. ആരെങ്കിലുമൊക്കെ പൈശാചിക പീഡയുള്ള നേതാക്കന്മാർ കാണും, അവരിലൂടെ പിശാച് പ്രവർത്തിക്കും. BJP എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പൊതുവായിട്ട് 3000 പേര് വരും, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന്. ബിഷപ്പ് ഏതായാലും പൊതുവായിട്ട് പ്രാർത്ഥിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ഭയവാ. അപ്പം അന്ന് വൈകുന്നേരം പിതാവ് പോകുന്നതിനും പറഞ്ഞു, ഞാനും പിതാവും തമ്മിൽ ഒരു കോൺട്രാക്റ്റ്. പിതാവും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കുക. ഇതാണ്. 10 പേരാണ് നമുക്ക് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ എതിര് നിൽക്കുന്നതെങ്കിൽ അതുപോലെയുള്ള 10,000 പേര് കർണാടകത്തിൽ കാണാം. അവരെ തിരുരക്തം കൊണ്ട് കഴുകണേ. എത്ര? 10,000 പേരെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പിതാവും പറഞ്ഞു, ഞാനും പറഞ്ഞോളാം. പിതാവ് തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പറഞ്ഞോളാം. അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ ചെന്നപ്പം ഇത് 4 പ്രാവശ്യം പറഞ്ഞു.
ഒരുപക്ഷെ കർണാടകത്തിൽ പള്ളിപണിക്കും സുവിശേഷ വിലയ്ക്കും എതിരായി ഇവിടെ 10 ഉണ്ട്, 10,000 കാണും. ആ 10,000 പേരെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. ഞാൻ എഴുന്നേറ്റ് നിന്ന് രാത്രി 9 മണിക്ക് 4 പ്രാവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എനിക്ക് കേൾക്കത്തക്ക രീതിയിൽ 24 മണിക്കൂറിനുള്ളിൽ ബിഷപ്പ് അവിടുന്ന് പോയി. ബിഷപ്പ് വിളിച്ചു പറഞ്ഞു, നായിക്കമ്പർമലത്തിനോട് പറയാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടി. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം അനന്തശക്തി. മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയർ 2:10 എല്ലാ മുഴങ്കാലുകളും യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങും. നമ്മൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഒരു 10, 40, 50 വചനം കുറിച്ച് വെക്ക്. അത് അല്പം ഉറക്കെ വായിക്ക്, ക്രമേണ മനഃപ്പാഠമാക്കുക. വീട്ടിലെ കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിയും. കാരണം യേശുവിൻ്റെ നാമത്തിന് അനന്തശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിന് അനന്തയോഗ്യത. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, 1 യോഹന്നാൻ 1:7. 1 യോഹന്നാൻ 1:7. ദൈവപുത്രനായ യേശുവിന്റെ രക്തം, ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ എൻ്റെ മുറി തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയതുള്ളൂ. മുറിയുടെ മുമ്പിൽ ഒരാൾ കാലത്ത് നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അതെ, ഞാൻ ടാൻസാനിയയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഡ്രൈവറാണ്. ഞങ്ങൾക്ക് അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എന്ന് വണ്ടി ഓടിച്ചാലും അവിടെ ഇവിടെയെല്ലാം പോലീസുകാർ പാത്ത് നിൽക്കും, ഒളിഞ്ഞു നിൽക്കും. പെട്ടെന്ന് വരും, ചെക്ക് ചെയ്യാൻ വരും. ഉദ്ദേശം കൈക്കൂലിയാണ്. ഓരോ ദിവസം തന്നെ അനേകം പോലീസുകാർ കൈക്കൂലി കൊടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു പ്രാർത്ഥന കിട്ടി. അത് ഈ പറയുന്ന പ്രവചനം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കണ്ടുമുട്ടാൻ പോകുന്ന 5 ലക്ഷം പേരെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ. പിന്നെ ഒറ്റ പോലീസുകാർ ഇതുവരെ എന്നെ തടഞ്ഞിട്ടില്ല. കണ്ടുമുട്ടാൻ പോകുന്ന 5 ലക്ഷം പേരെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ പാപം, കൈക്കൂലി കൊതി പരിശുദ്ധാത്മാവ് കഴുകിക്കളഞ്ഞു. പിന്നെ ഒരാൾ ശല്യം ചെയ്യാൻ നിന്നിട്ടില്ല. ഇത് നമ്മളും പരിശീലിക്കണം. നമ്മുടെ മക്കൾ വിദേശത്തുണ്ട്. നമ്മുടെ മക്കൾ ജീവിക്കുന്ന സ്ഥാനം ചുറ്റുമുള്ള 50,000 തൊട്ട് 5 ലക്ഷം പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ അയർലൻഡിലും UK യിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലെല്ലാം അവർക്ക് ചുറ്റുമുള്ള 5 ലക്ഷം പേരെ പരിശുദ്ധാത്മാവ് കഴുകും. അവർ നമ്മുടെ മക്കളുടെ ഉപകാരികളായിത്തീരും. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് വീടുകളിൽ മൂട്ടശല്യമുള്ളവർ കൈ പൊക്കിക്കേ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈ വീശിക്കേ. ഒരിക്കൽ ഈ കാര്യം പറഞ്ഞപ്പോൾ മരിച്ചുപോയ ജോയിക്കുട്ടിയുടെ ഭാര്യയാക്കും നന്ദിനി പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര മൂട്ടശല്യമായിരുന്നു, എലിശല്യം. ഞങ്ങൾക്കൊരു വചനം കിട്ടി. ജ്ഞാനം 9:2-4 ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ പാപിയായിപ്പോയെങ്കിൽ മനുഷ്യൻ്റെ പാപം നമ്മൾ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് നീക്കിക്കളയുമ്പോൾ നമുക്ക് ഈ ശത്രു ജന്തുക്കളുടെ മേൽ അധികാരമുണ്ട്. ഇവർ ഈ വചനം ജ്ഞാനം 9:2-4 പ്രാർത്ഥിച്ച ശേഷം അവരുടെ വീട്ടിലെ എലിശല്യം എന്നേക്കുമായി പോയി. ഉപദ്രവം ചെയ്യുന്ന ജീവികളുടെ മേൽ ദൈവവചനത്തിന് അധികാരമുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. സങ്കീർത്തനം 46:9 അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വെല്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു.
നമ്മൾ ഈ വചനം പ്രാർത്ഥിച്ചാൽ ചുറ്റുമുള്ള ദേശത്തെ അക്രമങ്ങൾ, യുദ്ധങ്ങൾ, വഴക്കുകൾ അനന്തശക്തിയുള്ള വചനം നീക്കിക്കളയും. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പായുടെ ഒരു 1200 അച്ഛന്മാരുടെ ഒരു വചന ശുശ്രൂഷയിൽ ഞങ്ങൾ വിൻസനേഷൻ അച്ഛന്മാർ 5-6 പേര് പോയി. UK ധ്യാനിപ്പിക്കുകയായിരുന്നു, അവിടുന്ന് പോയതാണ്. എനിക്ക് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം എന്നോട് പറഞ്ഞു 10 മിനിറ്റ്. ആ 10 മിനിറ്റിനുള്ളിൽ ഡിവൈനിലും പോട്ടയിലും ശാലോമിലും ഇവിടെയൊക്കെ കർത്താവ് ചെയ്യുന്ന വൻ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. പിന്നീട് ധ്യാനം 5 ദിവസത്തെയാണ്. മറ്റുള്ളവർക്കൊക്കെ 50 മിനിറ്റും 1 മണിക്കൂറും ഓരോ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അച്ഛന്മാർക്കാണ്. 3-ാം ദിവസം തെക്കൻ കൊറിയയിലെ പ്രായഞ്ഞൊരു അച്ഛൻ ഞങ്ങളെ കാണാൻ വന്നു. ഈ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസമാണ്. പലരും നീണ്ട പ്രസംഗം പറഞ്ഞെങ്കിലും അച്ഛൻ്റെ 10 മിനിറ്റ് പ്രസംഗമാണ് എനിക്കിഷ്ടപ്പെട്ടത്, സാക്ഷ്യമുള്ളത് കൊണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, തെക്കൻ കൊറിയ കരിസ്മാറ്റിക് ധ്യാനം തുടങ്ങിയ നാൾ തൊട്ട് അവിടെ ധ്യാനമുണ്ട്. ആദ്യകാലത്ത് നന്നായിരുന്നു, പിന്നീട് ലീഡേഴ്സ് തമ്മിൽ വഴക്കും, പിന്നെ രോഗശാന്തി ഒന്നും നടക്കാറായി. പിന്നെ ധ്യാനം കൂടിയാൽ ആൾക്കാർ പൈസയും കൊടുക്കുകയില്ല, കടവ എല്ലാ ധ്യാനത്തിലും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ നിന്നുള്ള ടീമിനെ വിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ബുധനാഴ്ചയാണ് വന്നത്. വെള്ളിയാഴ്ച പറഞ്ഞു ഞങ്ങൾ 3 പേര് വരാം. ഒന്ന് തേക്കാനത്തച്ഛൻ, ഇപ്പോൾ അമേരിക്കയുള്ളത്, പിന്നെ സിസ്റ്റർ തെരേസ്, 37 കൊല്ലമായിട്ട് ടീമിലുള്ള സിസ്റ്റർ, പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വളരെ രാജകീയമായ സ്വീകരണം, വലിയ വാടകയുള്ള ഹോട്ടൽ, വില കൂടിയ ഭക്ഷണം ഒക്കെ കരുതി വച്ചിരിക്കുക പുള്ളി. അപ്പോൾ തേക്കാനത്തച്ഛൻ 3 പ്രാവശ്യം പുള്ളിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ട രാജ്യത്തിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾക്ക് ഇത്ര വില കൂടിയ ഭക്ഷണമൊന്നും വേണ്ട, താമസവും വേണ്ട. അപ്പോൾ പുള്ളി പറയാണ്, നിങ്ങൾ വരുന്നതിന് മുമ്പ് പൈസ മിച്ചമായി പോയി, പിന്നെ എന്ത് ചെയ്യും, തരാതിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇതെങ്ങനെയാണ് ഈ മായാവിലാസം ചെയ്തത്? നമ്മുടെ TV പ്രോഗ്രാം കൊറിയൻ TVയിലേക്ക് അദ്ദേഹം എടുത്തിട്ടു. ജനം കൂടുന്നതും രോഗശാന്തി പ്രാപിക്കുന്നതും കണ്ടപ്പോഴത്തേക്ക് ജനത്തിന് വലിയ സന്തോഷമായി. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് വിമാന ചെലവ് മാത്രമല്ല, എല്ലാം അധികമായി പോയി പൈസ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 സ്ഥലത്തായി 10,000 പേരെ പുള്ളി ഒരുമിച്ച് കൂട്ടി. പറയുമ്പം വെള്ളിയാഴ്ച വൈകുന്നേരം, ശനി ഫുള്ള്, ഞായർ 4 മണി വരെ, അങ്ങനെയാണ് ആ ധ്യാനം. ഏതായാലും പോയിടത്തെല്ലാം എല്ലാവരും തന്നെ ഞങ്ങളെ കാണും പറയും, വടക്കൻ കൊറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും അവർ ആറ്റം ബോംബ് ഇടുന്നെന്ന് അറിയത്തില്ല, അവർക്ക് കഞ്ഞി കുടിക്കാനില്ല, എങ്കിലും ആറ്റം ബോംബ് ഭീഷണി കൊടുക്കുമല്ലോ. അപ്പം വടക്കൻ കൊറിയ എപ്പോഴാണ് ബോംബിടുന്ന അറിയത്തില്ല. തെക്കൻ കൊറിയയ്ക്ക് കാശുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരോടെല്ലാം ഒരു കാര്യം പറയാൻ പറഞ്ഞു. വടക്കൻ കൊറിയയിലെ 5000 തൊട്ട് 50,000 നേതാക്കന്മാരെ ഒരു നമ്പർ പരിശുദ്ധാത്മാവ് തന്ന, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. ഓർക്കുമ്പോഴൊക്കെ പറഞ്ഞു. ഞങ്ങൾ എല്ലാവർക്കും ഭയാ. ഓർക്കുമ്പോഴൊക്കെ പറഞ്ഞു, അത് പരിശുദ്ധാത്മാവ് തന്ന ഒരു നമ്പറാ. 5000 തൊട്ട് 50,000 നേതാക്കന്മാരെ തിരുരക്തം കൊണ്ട് കഴിക്കണേ. തിരുരക്തം പാപം കഴുകും, പൈശാചിക ശക്തിയെ നിർവീര്യമാക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ പിറ്റേ കൊല്ലം ചെന്നു, വീണ്ടും ഞങ്ങൾക്ക് വന്നു. ഒരൊറ്റ ആള് വടക്കൻ കൊറിയയെക്കുറിച്ച് ഭയം ഉണ്ടെന്ന് പറഞ്ഞില്ല. അത്ര മാറ്റം അന്ന് വടക്കൻ കൊറിയയിൽ വന്നു. മധ്യസ്ഥ പ്രാർത്ഥന വഴി, തിരുരക്താഭിഷേക പ്രാർത്ഥന വഴി. കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ഇതെല്ലാം മറക്കും മനുഷ്യന്മാർ. പിന്നെയും പണം ഉണ്ടാക്കാനും ഈ ലോകത്തിന് പുറകെ പോവും. അപ്പം പിശാച് അവിടെ നിന്ന് വരാനും തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 14:14 അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ, ആരായി അവൻ? യേശു. കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. അതാണ് 1-ാം ദിവസം തൊട്ട് ഇന്ന് വരെ നടക്കുന്നതും. യൂട്യൂബിലൂടെ ഇനി അനേകം ആഴ്ചകളും മാസങ്ങളുമായി നമ്മൾ ഈ ജീവൻ്റെ വചനം അവർ കേൾക്കും.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗശാന്തി ഏറ്റവും നല്ലതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അറിയാൻ പാടില്ലേ? ഗലാത്യർ 5:22. സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ. എന്താ നന്മ? മറ്റുള്ളവർക്ക് നന്മ മാത്രമേ ഇച്ഛിക്കാവൂ, പ്രാർത്ഥിക്കാവൂ. ആർക്കും തിന്മ വരാൻ ചിന്തിക്കുക പോലും വരുത്. അത് യേശുവിന് നിരക്കുന്നതല്ല, ദൈവത്തിന് നിരക്കുന്നതല്ല. സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ, കരുണ, ആത്മസംയമനം, ക്ഷമ, ദയ, ഇത് നിറയണം. ഇതിലെല്ലാത്തിലുപരിയായി സ്നേഹം, സന്തോഷം, സമാധാനം. ഇത് വേണ്ടവരെ കൈ പൊക്കിക്കേ. ഒരു കൈ തലയിലോട്ട് വെച്ചേ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ, കരുണ, ദയ, ആത്മസംയമനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ വിവേകം, ജ്ഞാനം, ആത്മശക്തി, പിന്നെന്താ? ദൈവഭക്തി. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നതാണ് ദൈവഭക്തി. ദൈവഭയം പാപത്തിൽ നിന്ന് ഓടി അകലാൻ കിട്ടുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ കൊച്ചുമക്കളിൽ നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ 9 വരങ്ങൾ. വിശ്വാസത്തിന്റെ വരം, പ്രവചന വരം, രോഗശാന്തി വരങ്ങൾ, പിശാചിനെതിരായിട്ടുള്ള ശക്തി അഭിഷേകം, ജ്ഞാനം. ഈ 9 വരങ്ങൾ പ്രേക്ഷിത ശുശ്രൂഷ വരങ്ങൾ ഞങ്ങളിലും തിരുസഭ മുഴുവനിലും വർഷിക്കണമേ. ഹല്ലേലൂയ.